ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കോഫി പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ഉപയോഗിക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എമ്മി പുഡിങ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ആ പാനിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഫസ്റ്റായിട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടാക്കുന്നതിൻ്റെ മുമ്പായിട്ട് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കോഫി പൗഡർ ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. കോഫി പൗഡർ അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ പാലിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കട്ടയൊന്നും പിടിക്കാതെ ഈ കോൺഫ്ലോർ മിക്സ് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൊക്കോ പൗഡർ ചേർക്കുന്നത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് കട്ടയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല തിക്ക് രൂപമാണ് ഇതിൻ്റെ പാകം. ഈ പുഡിങ്ങിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. കോഫി പുഡിങ് ഇവിടെ റെഡിയായിട്ട് നല്ല കുറുകി നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം ചൂടാറുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ചൂടാറിയതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചാലും മതി വരാത്ത അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.